ഹലോ മനുഷ്യന്മാരെല്ലാം മനുഷ്യന്മാർക്കോളെ മോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമൊക്കെ. അപ്പൊ ഗൈസ്, ഇപ്പൊ ന്യൂ ഇയർ കഴിഞ്ഞിട്ട് 2022 നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ ന്യൂ ഇയറിനെക്കാട്ടിൽ ഒരുപാട് ആൾക്കാർ ഈ ന്യൂ ഇയറിനൊക്കെ കമന്റ് ചെയ്തിരുന്നു, എന്ത് ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോ വന്നില്ലൊക്കെ. അതായത് എനിക്ക് ഇത്ര പറയുള്ളൂ, ഞാൻ സാധാരണ എല്ലാ യൂട്യൂബേഴ്സിനും പോലെ ന്യൂ ഇയർ സ്പെഷ്യൽ വീഡിയോസ് എന്ന കണ്ടന്റ് അല്ല എന്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഈ ട്രോൾ വിഭാഗത്തിൽ പെടുന്ന ചാനലാണ്. അതായത് നമ്മളെ റോസ്റ്റിംഗ് റിയാക്ഷൻ പോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ചാനൽസ് ആണ്. ഇത് നമ്മൾ 2022 ആദ്യത്തെ വീഡിയോ ആണ്. ഇനി എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് ജനുവരി 5-നോ 6-നായിരിക്കും. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരി 3-നാണ്. ഓക്കെ, ഞാൻ ഈ വീഡിയോ ജനുവരി 3 ഷൂട്ട് ചെയ്യാൻ വിചാരിച്ച വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ റീൽസിലെ പുതിയ തരംഗമായ പുഷ്പ എന്ന സിനിമ ഉണ്ടല്ലോ, അതിലൊരു കിടുക്കാച്ച പാട്ടുണ്ടോ. അതായത് പുഷ്പ എന്ന സിനിമ അധികം കൂടുതൽ ആൾക്കാർ പറയുന്നു, പക്ഷെ ഇത് പാട്ട് അടിപൊളിയാണ് പറയുന്നുണ്ടോ. കാരണം അതിന്റെ പാട്ടൊക്കെ റീൽസിൽ ഒരുപാട് കയറി ഇറങ്ങുന്നുണ്ടോ. അപ്പോൾ അതിലത്തെ ഓ ഉണ്ടാ ഉണ്ടാവാ ഉണ്ടാത്തി അങ്ങനത്തെ ഒരു പാട്ടുണ്ട്. അപ്പൊ ആ പാട്ട് ഞാൻ ചെയ്യാൻ വിചാരിച്ച് നിന്നപ്പോണ്ട് ജനുവരി 3 കൃത്യം നമ്മൾ അഷ്കട്ടിക്ക് ആ പാട്ട് ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ റീൽസ് ഇപ്പൊ ഞാൻ ആ റീൽസ് ഇട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യും ഞാൻ അഷ്കട്ടേക്കിനെ കോപ്പി അടിച്ചാലും. ഓക്കെ, അപ്പൊ അത് വേണ്ട, നമുക്കതിന്റെ സോമിയിലെ പാട്ടെടുത്ത് റീൽസ് ഇട്ട് ചെയ്യും. ഓക്കെ, കാരണം ആ ഒരു പാട്ട് ഞാനിപ്പോ ചെയ്യണം വിചാരിച്ച് നിൽക്കുന്നു. അപ്പൊ നമ്മൾ അഷ്കട്ടേക്ക് ഉണ്ടാവാ ഉണ്ടട്ടാ ചെയ്തു സോമി ചെയ്യും. ഓക്കെ, സോമി 1-2 സോമിനല്ലേ 44,000 മുകളിൽ സോമി റീൽസ് വീഡിയോസ് നമ്മളെ കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ വെറുതും കുറച്ച് വെറൈറ്റി ജില്ല നമ്മൾ നോക്കാൻ വേണം. നമുക്ക് വെറൈറ്റി ആണല്ലോ ഗൈസ് മെയിൻ. ഓക്കെ, അപ്പൊ വെറൈറ്റി ജില്ല കുറച്ച് സോമി റീൽസ് വീഡിയോസ് നോക്കാം. ഇത്രയും കാലം സോമിനെ കുറിച്ച് കേൾക്കാത്തവർ പോലും ഇനി സോമിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഗൈസ് റീൽസിൽ ഇപ്പൊ കാണാൻ സാധിക്കുന്നത്. വളരെയധികം വ്യക്തിപരമായ ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, എന്താ ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഒന്നും ചെയ്യല, ഇല്ല കൊല്ലേ ഉള്ളൂ. ഷാമിൽ എഡിറ്റ്സ്. ഓക്കെ, ഈ ചാനലിന്റെ പേര് ഷാമിൽ എഡിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവർ ഇതേപോലത്തെ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നല്ല വീഡിയോസ് ആണ്. കാരണം യൂട്യൂബിൽ അങ്ങനെ അധികം കാണാത്ത വീഡിയോസ് ആണ് ഇതേപോലത്തെ കണ്ടന്റ് വീഡിയോസ് ഒക്കെ. അപ്പൊ ഈ 2022 യൂട്യൂബ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസ് ക്ലിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് വെറൈറ്റി വീഡിയോസ് ആണ്, ട്രോൾ അല്ല. അതേപോലത്തെ വീഡിയോസ് ഞാൻ കാണിച്ചത്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ മലയാളത്തിൽ അപൂർവമായിട്ടേ കിട്ടണുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ യൂട്യൂബ് ചാനൽ അങ്ങനെ ട്രോള് ചാനൽ തുടങ്ങണമെങ്കിൽ ഇതേപോലത്തെ കണ്ടന്റ് വീഡിയോസ് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും. വീഡിയോസ് ഒക്കെ 5 ലക്ഷം വ്യൂസ് ഒക്കെ കിട്ടണം. ഓക്കെ, ഇതേപോലത്തെ വീഡിയോസ് ആരും ചെയ്യാല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ വരികയാണെങ്കിൽ വെറൈറ്റി കാണണമെങ്കിൽ ഇതേപോലെ വീഡിയോസ് ചെയ്യാം. കാരണം ട്രോള് പോലത്തെ നിന്ന പാട്ടിനെടുത്ത് വേറെ ലെവലായി. ഓക്കെ, ഇത് കണ്ടില്ല ഐസ്, വേറെ ലെവലായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ. അപ്പൊ ഗൈസ്, നമ്മളിപ്പൊ കേട്ട ഈ ഒരു സോമിയിലെ പാട്ടിന്റെ റീൽസ് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കുറച്ച് റീൽസ് കണ്ടുവരാം. ഈ വീഡിയോ ഒക്കെ ഏതെങ്കിലും സോമി കണ്ട സോമി എണീച്ചിട്ടോടും. എന്റെ പൊന്നളിയാവേ, എന്തുവാ ഇതൊക്കെ? സോമിക്ക് ഇത്തിരി ബഹുമാനെങ്കിലും കൊടുക്കേ. സോമിയോ ഒരാളെ റീൽസ് ചെയ്തിട്ട് തന്നെ ഇവിടെ
ഡിസ്ലൈക്കിന്റെ എണ്ണം കൂടുന്നു, സോറി ലൈക്കിന്റെ എണ്ണം കൂടുന്നു. 3 ആൾക്കാർ റീൽസ് ചെയ്താൽ 3 ലൈക്ക്. അപ്പൊ ലൈക്ക് അടിച്ചു, പിന്നെ ലൈക്ക് അടിച്ചുമ്പോ ലൈക്ക് പോയി, പിന്നെ ലൈക്ക് അടിച്ചപ്പോ ലൈക്ക് കിട്ടി, 3 ലൈക്ക്. ബുദ്ധിയുണ്ട് സ്വാമിമാർക്ക്. പക്ഷെ സ്വാമിമാരെ മുഖം കാണില്ലല്ലോ. നെക്സ്റ്റ് നോക്കാം. ഗൈസ്, ഈ ഒരു സോമി പറഞ്ഞ ഈ ഒരു റീലിന്റെ ഏറ്റവും വലിയ ആ സ്റ്റെപ്പ് ഞങ്ങളിപ്പോ കണ്ടത്. ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കാട്ടുന്ന ആ സ്റ്റെപ്പൊക്കെ. അപ്പൊ ആ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു റീലിന് ഒരുപാട് ആൾക്കാർ ചെയ്തത്. അത് അതിന്റെ ഒരു എല്ലാ റീലിനും ഒരു സ്റ്റെപ്പ് ഉണ്ടാവുമല്ലോ. ഈ റീലിന്റെ സ്റ്റെപ്പ് ഇതാണ്. എവിടെയോ കണ്ടു മറിഞ്ഞൊരു പരിചയം. ഇതിവിടെ മലയാളത്തിലെ കണ്ടന്റ് ക്രിയേറ്റർ അല്ലേ ഗൈസ്. എനിക്ക് ശരിക്കും പേര് ഓർമ്മല്ലേ, ഒരുപാട് എടുത്ത് ട്രോൾ ചെയ്യിക്കണ്. ഞാൻ പറഞ്ഞുതരാം, പേരറിയില്ല ഗൈസ്. പക്ഷെ മലയാളത്തിലെ ഒരാളെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് വീഡിയോസ്, നല്ല അടിപൊളി കണ്ടന്റ് വരുന്ന വീഡിയോസ് ആണ്. ഒരുപാട് വീഡിയോസ് കണ്ടിരിക്കണൊക്കെ. നമ്മൾ ഒരുപാട് വീഡിയോസ് ട്രോളിട്ടുണ്ട്. കളിയാക്കാൻ പറയരുത്, ട്രോളിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത് നോക്കാം. ആരുടെ ഈ കണ്ടുപോലും കയറാത്ത കുട്ടീന്റെ മുമ്പിൽ കണ്ണാടിയും വെച്ചിട്ട് റീൽസ് ചെയ്യാൻ വെച്ച് പീഡിപ്പിക്കുന്നു. അങ്ങനെയൊന്നും ചെയ്യരുത് ഗൈസ്. ഈ കുട്ടീനെ എന്റെ മോൻ ആരായാലും കാണണ്ട. ഇത് എത്ര ലൈക്കാ? ലൈക്ക് വിസിബിൾ അല്ല. ലൈക്ക് പിന്നെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കൊക്കെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. നോക്കാം. ഗൈസ്, ഞാനൊരു കാര്യം പറട്ടെ. നിങ്ങൾ ആരും പേഴ്സണലായിട്ട് വ്യക്തിത്വം ചെയ്യല്ല. നമുക്ക് ഇവിടെ റോസ് ഉപ്പായിട്ടൊരു ചെറുക്കല്ലേ അല്ലെ, ആ ഒരു വ്യക്തിയില്ലേ, ആ വ്യക്തിനെ കണ്ട് എനിക്ക് അതിൽ ഓർമ്മ വരുന്നുണ്ട്. എനിക്ക് ഫിറോസ് ചുറ്റിപ്പാറിന് ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. ഇനിവേ ഇത് ട്രോൾ ആവാൻ വേണ്ടി പറഞ്ഞത് എനിക്ക് ഓർമ്മ എനിക്ക് ചെറുതായിട്ട് മുഖം അതേപോലെ തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നുണ്ട് ഗൈസ്, ഫിറോസ് ചുറ്റിപ്പാറിന്റെ ഒരു മുഖം മാതിരി ചെറിയതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഫിറോസ് ചുറ്റിപ്പാർ നന്നായി പോയി, ഇദ്ദേഹം റീൽസിലായും പോയി. ഓക്കെ, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാം, ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ ഗൈസ്, വീഡിയോ പോണതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം പറയട്ടെ. സ്വാമിയെ നിന്നേ, അങ്ങനെ അങ്ങ് പോയാലോ? അപ്പൊ ഗൈസ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഗൈസ്, അടുത്തൊരു വീഡിയോ മറ്റി കാണുന്ന വിശ്വാസത്തോടെ ഇസ്മോനു സൈനിങ് ഔട്ട്. ഇനി നമുക്ക് കുറച്ച് ദിവസത്തിന് ശേഷം കാണാൻ പറ്റുള്ളൂ. കാരണം എനിക്ക് എക്സാം കാണൊക്കെ വരികയാണെങ്കിൽ അതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തത് എന്തായാലും നന്നായി എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം കിടക്കാച്ച് റീൽസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ബൈ ബൈ.